സോ നമ്മൾ ബഡ്ജറ്റിംഗ് കൺസെപ്റ്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ബഡ്ജറ്റിംഗ് എങ്ങനെയാണ്, ഏതൊക്കെ തരം ബഡ്ജറ്റുകളുണ്ട്, പാർട്ടിസിപ്പേറ്റീവ്, അതോറിറ്റേറ്റീവ്, അല്ലേ, കൺസൾട്ടേറ്റീവ് എന്നിങ്ങനെ പലതരം ബഡ്ജറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനിയുള്ളത് ഹൂ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബഡ്ജറ്റിംഗ് പ്രോസസ്, അല്ലേ, ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കേണ്ടത് എന്ന പോർഷനാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല അപ്രോച്ചുകൾ ഏതൊക്കെയാണ്? ബോട്ടം അപ്പ് ഉണ്ട്, ടോപ്പ് ഡൗൺ ഉണ്ട്, നെഗോസിയേഷബിൾ ഉണ്ട് എന്നിങ്ങനെ പല ബഡ്ജറ്റിംഗ് മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബഡ്ജറ്റിംഗ് പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഏറ്റവും നല്ല കമ്പാനിയനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്, അല്ലേ, നല്ല പാർട്ടിസിപ്പേഷനോട് കൂടി ചെയ്യാൻ പറ്റിയത് ഏതായിരിക്കണം? ഓക്കെ, അപ്പോൾ ഈ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സീനിയർ മാനേജേഴ്സോ അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് കമ്മിറ്റിയാണ് എന്തുണ്ടാക്കുന്നത്, ഒരു ബഡ്ജറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ ബഡ്ജറ്റ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം, ഏതൊക്കെ സ്ട്രാറ്റജിക്കൽ പ്ലാൻസ് അതിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ എക്കോണമിയെ കുറിച്ച് എങ്ങനെയൊക്കെ അസംഷൻസ് അതിലുണ്ടായിരിക്കണം, നമ്മൾ റിലവൻ്റ് ആവുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള ബഡ്ജറ്റിംഗ് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ആരാണ്? സീനിയർ മാനേജ്മെന്റോ ബഡ്ജറ്റിംഗ് കമ്മിറ്റിയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബഡ്ജറ്റിംഗ് പാർട്ടിസിപ്പേഷനിൽ വരുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് നമ്മൾ പറയുന്നത് ഇവർ തന്നെയാണ്. കാരണം സീനിയർ മാനേജ്മെന്റും ബഡ്ജറ്റിംഗ് കമ്മിറ്റിയും കൂടിയാണ് എന്തുണ്ടാക്കുന്നത്, ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. സോ അവരെന്ത് ചെയ്യും, ആദ്യം ബഡ്ജറ്റിന്റെ ഗൈഡ് ലൈൻസുകൾ നമുക്ക് തരും. പിന്നീട് അതെന്ത് ചെയ്യും, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഡിവിഷണൽ ഹെഡുകളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് അത് ആർക്ക് അയച്ചു കൊടുക്കും, സീനിയർ മാനേജ്മെന്റ്സിന് അയച്ചു കൊടുക്കും. സോ ഇവിടെ ആരുടെ പാർട്ടിസിപ്പേഷൻ കൂടിയായി, ഡിപ്പാർട്ട്മെന്റൽ അല്ലെങ്കിൽ ഡിവിഷൻ ഹെഡുകളുടെ പാർട്ടിസിപ്പേഷന് കൂടി ആയി. സോ ഇപ്പോൾ സെയിൽസ് മാനേജർ എന്ത് ചെയ്യും, ആ ഒരു നെക്സ്റ്റ് ഇയറിലേക്കുള്ള എത്രത്തോളം സെയിൽസ് എടുക്കാൻ പറ്റും, എത്രത്തോളം സെയിൽസ് ഉണ്ട്, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ആർക്ക് അയക്കും, സീനിയർ മാനേജ്മെന്റിന് അയക്കും. ഇതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ, ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ എന്ത് ചെയ്യും, ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് എന്ത് ചെയ്യും, ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് സീനിയർ മാനേജ്മെന്റും ബഡ്ജറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ബഡ്ജറ്റിന്റെ ഗൈഡ് ലൈൻസുകൾ ഫോളോ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാക്കി അത് ആർക്ക് അയച്ചു കൊടുക്കും, സീനിയർ മാനേജ്മെന്റിന് അയച്ചു കൊടുക്കും. എന്തിനാണ്, അവരുടെ റിവ്യൂസ് കിട്ടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അതിൽ മാറ്റത്തിരുത്തലുണ്ടെങ്കിൽ ചെയ്യാൻ. സോ അടുത്തത് എന്താണ്, സീനിയർ മാനേജ്മെന്റ് റിവ്യൂസ് ആണ്, അല്ലെ. ഇനീഷ്യൽ ബഡ്ജറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ കയ്യിൽ നിന്ന് കിട്ടിയ ഉടനെ തന്നെ സീനിയർ മാനേജ്മെന്റ് എന്ത് ചെയ്യും, അത് റിവ്യൂ ചെയ്യും. ഇതിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അത് ശരിയാക്കിയിട്ട് അത് എന്ത് ചെയ്യും, നോട്ട് ചെയ്തിട്ട് തിരിച്ച് ആർക്ക് തന്നെ അയക്കും, ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകൾക്കിലേക്ക് തന്നെ അയക്കും. എന്തിനു വേണ്ടിയിട്ട്, റിവിഷൻ ചെയ്യാൻ, അതൊന്നുകൂടെ എന്ത് ചെയ്ത് നോക്കാൻ, ഒന്ന് തിരുത്തി റെഡിയാക്കി നമുക്ക് എന്ത് ചെയ്യാൻ, കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് റെഡി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് അതിന്റെ ഒരു ബഡ്ജറ്റിംഗ് പാർട്ടിസിപ്പേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ പാർട്ടിസിപ്പേഷൻ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സീനിയർ മാനേജ്മെന്റ് ബഡ്ജറ്റ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും ഡിവിഷണൽ ഹെഡുകളൊക്കെ എന്ത് ചെയ്യും, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റിന്റെ പാർട്ടിസിപ്പേഷനിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആർക്ക് എന്ത് ചെയ്യണം, ലോവർ ലെവൽ മാനേജ്മെന്റ് പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തിയിരിക്കണം. ലോവർ ലെവൽ മാനേജ്മെന്റിന് ടോപ്പ് ലെവലിന്റെ കൺസേർട്ട് കിട്ടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അവരും എന്ത് ചെയ്യും, അതിന് കൃത്യമായി നല്ല രീതിയിൽ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ബഡ്ജറ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തായിരിക്കില്ല, അത്ര മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും, അവരെ കയ്യിൽ നിന്ന് ഒരു ബഡ്ജറ്റ് വാങ്ങി അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് നെഗോസിയേഷൻ ഒക്കെ ചെയ്ത്, അല്ലെ, അവരുമായിട്ട് സംസാരിച്ച്. ഇപ്പൊ സെയിൽസ് മാനേജർ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്, 100 കാർ വരെ, അല്ലെ, കാർ മാനുഫാക്ചറിംഗ് ആണെന്ന് വിചാരിക്കുക, 100 കാർ വരെ ഈ മാസം വിറ്റ് കളയാം എന്ന് സെയിൽസ് മാനേജർ ബഡ്ജറ്റ് ഉണ്ടാക്കി വരികയാണ്. സോ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യും, അയ്യോ ഇത് അങ്ങനെയല്ലോ, നമുക്കൊരു 150 ടാർഗറ്റ് എത്തണം, എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊരു നെഗോസിയേഷൻ രീതി പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ സെയിൽസ് മാനേജറും സീനിയർ മാനേജ്മെന്റും കൂടെ ഒരു നെഗോസിയേഷൻ ഒക്കെ കഴിഞ്ഞ് റിവ്യൂ ഒക്കെ കഴിഞ്ഞ് ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 125 130 ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. സോ ഇതിപ്പോൾ 2 ലെവൽസിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഒരു സാറ്റിസ്ഫാക്ഷൻ ആയി. കാരണം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് കിട്ടി, അവരുടെ കമ്പനിയുടെ ഗോൾസിന് അച്ചീവ് ചെയ്യാനുള്ള ഒരു നല്ല സെയിൽസ് ബഡ്ജറ്റ് കിട്ടി. സെയിൽസ് മാനേജ്മെന്റിലേക്ക് എന്ത് കിട്ടി, നമ്മളുമായിട്ട് ടോപ്പ് മാനേജ്മെന്റ് കൺസൾട്ട് ഒക്കെ ചെയ്തിട്ടാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയുള്ളത്. സോ ഇത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് എന്താണ്, എൻ്റെ കൂടെ ആവശ്യമാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യും, അവരും നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് നല്ല സപ്പോർട്ടും തരും. സോ പാർട്ടിസിപ്പേഷനിൽ നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ഇനി ഡിഫറെന്റ് മാനുഫാക്ചറിംഗ് ഫേമുകൾക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർഗനൈസേഷൻസിന് ബഡ്ജറ്റിംഗ് ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മുടെ ഇവിടുത്തെ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഇനിയുണ്ട്.
ഇനി ശരിക്കും ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു ബഡ്ജറ്റ് ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്താണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ആ ഡെവലപ്മെന്റിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആവേണ്ടത് എന്നാണ് പറഞ്ഞത്. അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഒരു ബഡ്ജറ്റ് ഡെവലപ്മെന്റിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഗൈഡ് ലൈൻസ് ആർ സെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, സീനിയർ മാനേജ്മെന്റോ ബഡ്ജറ്റ് കമ്മിറ്റിയോ ആണ് എന്തുണ്ടാക്കുന്നത്, ബഡ്ജറ്റിന്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ ഒരു നിർദ്ദേശ രേഖ ഉണ്ടാക്കുന്നത് ആരാണ്, സീനിയർ മാനേജ്മെന്റോ അല്ലെങ്കിൽ ബഡ്ജറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് ഇനീഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കൊടുക്കുന്നതാണ്, ലോ ലെവൽ മാനേജേഴ്സിന് കൊടുക്കുന്നതാണ്. ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ബഡ്ജറ്റ് ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലൂടെ ഒരു ജനറൽ ഇൻഫോർമേഷൻ ആണ് കൊടുക്കുന്നത്. എല്ലാ ഇനീഷ്യൽ മാനേജേഴ്സിനും എല്ലാവർക്കും എന്താണ് കൊടുക്കുന്നത്, ഒരു ജനറൽ ഇൻഫോർമേഷൻ ആണ് കൊടുക്കുന്നത്. അതിൽ അവർ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നതാണ് അല്ലെ. നമ്മുടെ കമ്പനിയുടെ സ്ട്രാറ്റജിക്കൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള പ്ലാൻ എന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓപ്പറേഷന്റെ റിസൾട്ട് അല്ലെ, നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ഓപ്പറേഷൻ റിസൾട്ട് എന്താണ് അല്ലെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ബഡ്ജറ്റിംഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഗൈഡ് ലൈൻസ് ആർ സെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് എന്നാണ്. ബഡ്ജറ്റിന് ആവശ്യമുള്ള ഗൈഡ് ലൈൻസുകൾ സെറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ആർക്കൊക്കെ എത്തണോ അവരിലേക്കൊക്കെ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഗൈഡ് ലൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇനീഷ്യൽ ബഡ്ജറ്റ് പ്രപ്പോസൽസ് ആർ പ്രിപ്പയർഡ് ബൈ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാക്കുക. ആര്, ഓരോ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിന്റെ മാനേജേഴ്സ് അല്ലെങ്കിൽ അതിന് ഹെഡ് ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവരെന്ത് ചെയ്യുക, അതിന്റെ ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിപ്പാർട്ട്മെന്റുകളാവാം, ഡിവിഷനുകളാവാം അല്ലെ. നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷനിൽ എങ്ങനെയാണോ ഓരോ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത് ആ രീതിയിൽ ഓരോ ഡിവിഡഡ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിന് എന്തുണ്ടാവും, ഒരു മാനേജർ ഉണ്ടാവും. സോ സെയിൽസ് മാനേജർ ഉണ്ടാവും, പർച്ചേസ് മാനേജർ ഉണ്ടാവും, പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ബാങ്ക് ഇൻഡസ്ട്രിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഓരോ പ്ലേസിലും എന്തുണ്ടാവും, ഒരു മാനേജർ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ മലപ്പുറം എന്ത് ചെയ്യാറുണ്ട്, മലപ്പുറം ബ്രാഞ്ചിൽ ഒരു മാനേജർ ഉണ്ടാകും അല്ലെ, തിരുവനന്തപുരം ബ്രാഞ്ചിൽ ഒരു മാനേജർ ഉണ്ടാകും. അങ്ങനെ ഓരോ സ്പേസിനും എന്താണ് ചിലപ്പോൾ മാനേജർ ഉണ്ടാകും. സോ അത് ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എങ്ങനെയാണോ അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിലെ മാനേജേഴ്സ് എന്ത് ചെയ്യണം, അവരവരുടെ ആ റെസ്പോൺസിബിലിറ്റി സെന്ററിന്റെ ഇനീഷ്യൽ ബഡ്ജറ്റ് ഇവർ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ബഡ്ജറ്റ് എന്ത് ചെയ്തു, ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് നെഗോസിയേഷൻ, റിവ്യൂ ആൻഡ് അപ്രൂവൽ എന്നതാണ് അല്ലേ. റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇനീഷ്യൽ ബഡ്ജറ്റ് നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. അവർ എന്ത് ചെയ്യും, ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കും, ഇവരെന്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, ബഡ്ജറ്റ് ഗൈഡ് ലൈൻസ് കൃത്യമായി നോക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ കമ്പനിയുടെ ബഡ്ജറ്റിംഗ് ഗോൾസ് റീസണബിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് റിവ്യൂ ചെയ്യും, ഇവരുടെ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. ഇനി എന്തെങ്കിലും ആവശ്യമായ മാറ്റങ്ങൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ, ചേഞ്ചസ് നീഡഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സും സീനിയേഴ്സും തമ്മിൽ എന്ത് ചെയ്യും, നെഗോസിയേറ്റ് ചെയ്യും. അവർ നെഗോഷിയേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ലൊരു സക്സസീവ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ സക്സസീവ് ആയിട്ടുള്ള ലെവലിൽ എല്ലാ മാനേജ്മെന്റും തമ്മിൽ എന്തുണ്ടാവും, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പക്ഷെ ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്നുള്ളത് പോലെ തന്നെ ഏറ്റവും നല്ല ടൈം കൺസ്യൂം ചെയ്യുന്ന ഭാഗവും ഇത് തന്നെയാണ്. കാരണം ഈ നെഗോസിയേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ബഡ്ജറ്റ് കിട്ടി അവർ റിവ്യൂ ചെയ്ത് തിരിച്ചുപിന്നുമായിട്ട് നെഗോസിയേറ്റ് ചെയ്യുന്ന ഈ ഒരു സമയമാണ് ബഡ്ജറ്റ് ഡെവലപ്മെന്റ് പ്രോസസ്സിലെ ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇത് നെഗോസിയേറ്റ് ചെയ്ത് ഇത് റിവ്യൂ ചെയ്ത് ഇവരെന്ത് ചെയ്യും, ഇതൊരു മാസ്റ്റർ ബഡ്ജറ്റ് ആയിട്ട് മാറ്റും. മൊത്തത്തിൽ എല്ലാ ബഡ്ജറ്റുകളുടെയും കമ്പൈനേഷൻ എന്ത് ചെയ്തു മാറ്റും. ഇപ്പോൾ സെയിൽസ് മാനേജറുടെ ബഡ്ജറ്റ് തരും, പ്രൊഡക്ഷൻ മാനേജറുടെ ബഡ്ജറ്റ് തരും, പർച്ചേസ് മാനേജറുടെ ബഡ്ജറ്റ് തരും അല്ലെ, അതേപോലെ മാർക്കറ്റിംഗ് മാനേജറുടെ ബഡ്ജറ്റ് തരും. ഇവരെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കും, നമ്മുടെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ പടി എന്ന രീതിയിൽ ഒരു മാസ്റ്റർ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ മാസ്റ്റർ ബഡ്ജറ്റിൽ എന്തൊക്കെ ഉണ്ടാകും, ബാലൻസ് ഷീറ്റ് ഉണ്ടാകും, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഉണ്ടാകും. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മാസ്റ്റർ ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അടുത്തത് എന്താണ്, അപ്രൂവൽ എന്ന സ്റ്റേജ് ആണ് അല്ലെ. നമ്മൾ ആരുടെയൊക്കെ അപ്രൂവൽ വാങ്ങണം, നമ്മുടെ സീനിയർ മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ ബഡ്ജറ്റ്